ഗിരീഷ്, ഇവിടെ എം.കെ. രാഘവൻ MP 838 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തുടങ്ങി. അത് 16,000 ഉയർത്തി. 16,000 നിന്ന് 19,500 ഭൂരിപക്ഷം എന്നുള്ള ആധികാരിക ഭൂരിപക്ഷത്തിൽ 4-ാം ഊഴം തേടുകയാണ്. എളമരം കരീമിനോട് കൂട്ടിയാൽ കൂടുവോ? കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഉണ്ടായത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമാണ്. അതെ, രാഷ്ട്രീയ സാഹചര്യം എല്ലാം മാറി. 2019 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും, കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നെല്ലാമുള്ള പ്രചരണത്തിന്റെ മുകളിലാണ് വലിയ ഭൂരിപക്ഷം എല്ലാം കിട്ടിയത്. ആ രാഷ്ട്രീയ സാഹചര്യം എല്ലാം മാറി. കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി. കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന ഒരു പ്രതീക്ഷ ആർക്കുമില്ല. കോൺഗ്രസിനെ ആരും വിശ്വസിക്കുന്നില്ല. ഹേമന്ത ബിശ്വാസ് പറഞ്ഞതുപോലെ കോൺഗ്രസ് BJP-യുടെ വിൽക്കാൻ വേണ്ടി വെച്ച ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതെ അതെ നമ്മളെ അസം മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹം നേരത്തെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ഇപ്പൊ BJP-യുടെ മുഖ്യമന്ത്രിയായി. ഹിമാചൽ പ്രദേശിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു, അവിടെ 6 ഞങ്ങൾ വാങ്ങി, ബാക്കി വാങ്ങാൻ വേണ്ടി പോകും, ഞങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ഈ നിലയിലേക്ക് കോൺഗ്രസിനെ ഒരു നിലയിലും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള നിലയിലേക്ക് കേരള ജനതയും രാജ്യത്തെ ജനങ്ങളും എത്തിക്കഴിഞ്ഞു. സ്വാഭാവികമായും കോഴിക്കോട് അതിനോടൊപ്പം നിൽക്കും. വലിയ മുന്നേറ്റം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തവണ അത്ഭുതകരമായ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷം കോഴിക്കോട് വിജയിക്കും. അല്ല, ഇവിടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എം.കെ. രാഘവനെ പറ്റി മോശമായൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ എളമരം കരീം തന്നെയാണ്. അപ്പോൾ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് പക്ക പേഴ്സണാലിറ്റിയാണ്. എന്താണ് അദ്ദേഹം ഈ 15 വർഷത്തിനിടയിൽ ഈ കോഴിക്കോട് ചെയ്തതെന്ന് കോഴിക്കോട്ടുകാർക്ക് അറിയാം. അദ്ദേഹം ഇങ്ങനെ ധാരാളം വീരവാദങ്ങൾ മുഴക്കുന്നു എന്നുള്ളതല്ലാതെ ചൂണ്ടിക്കാണിക്കാൻ, തൊട്ടു കാണിക്കാൻ ഈ കോഴിക്കോട് എന്ത് വികസനമാണ് കഴിഞ്ഞ വർഷത്തിനിടയിൽ നടത്തിയത്? 2, ഇന്ത്യൻ പാർലമെന്റിൽ പോയി അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്? ഈ പാർലമെന്റിലെ പെർഫോമൻസ് എല്ലാം MP-മാരുടെ പെർഫോമൻസ് എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ആകെ അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ ഈ 17ാം ലോക്സഭയിൽ എണീറ്റ് നിന്നത് 54 തവണയാണ്. രാജ്യസഭയിൽ എളമരം കരീമിന്റെ അതേ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ അദ്ദേഹം നടത്തിയ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. 554 തവണ അദ്ദേഹം വിവിധ നിലകളിലേക്ക് ഇടപെട്ടു. 3 സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ചു. ഇന്ത്യയുടെ മതനിരപേക്ഷതയും ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും ജനങ്ങൾക്കെതിരായി കേന്ദ്ര സർക്കാർ നടത്തുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടും എല്ലാം വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ഇന്ത്യൻ പാർലമെന്റിൽ എളമരം കരീം നടത്തിയ ഒരു ദേശീയ നേതാവായി